നമസ്കാരം. പാകിസ്ഥാനേക്കാൾ കൂടുതൽ ആണവായുധങ്ങൾ ഇന്ത്യയ്ക്കുണ്ടെന്ന് റിപ്പോർട്ട്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠന റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ചൈന അവരുടെ ആണവായുധ ശേഖരം ഉയർത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു. 2023 ജനുവരിയിൽ 410 ആയിരുന്ന ആണവായുധങ്ങൾ 2024 ജനുവരിയിൽ 500 ഉയർന്നത്. 2024 ജനുവരി പ്രകാരം ഇന്ത്യയിൽ 172 ആണവായുധങ്ങൾ ഉണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. ഇത് പാകിസ്ഥാനേക്കാൾ കൂടുതലാണ്. 2023 ഇന്ത്യ അതിൻ്റെ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വികസിപ്പിച്ചതായും റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടെ ലോകം 2 യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നിവയുൾപ്പെടെ 9 ആണവായുധ രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുന്നതായി കണ്ടെത്തിയത്. അമേരിക്ക, റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ്, ഉത്തര കൊറിയ, ഇസ്രായേൽ എന്നിവയാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ. എല്ലാ ആണവായുധങ്ങളുടെയും 90% റഷ്യയും അമേരിക്കയും ചേർന്നാണെന്നും നിരവധി രാജ്യങ്ങൾ 2023 പുതിയ ആണവായുധ ശേഷിയുള്ള ആയുധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന എന്നിവയുൾപ്പെടെ 9 രാജ്യങ്ങൾ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുന്നത് തുടരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏകദേശം 2100 ന്യൂക്ലിയർ വാർഹെഡുകൾ, കൂടുതലും അമേരിക്കയുടെയും റഷ്യയുടെയും ഉടമസ്ഥതയിൽ ഉള്ളവ, ബാലിസ്റ്റിക് മിസൈലുകളിൽ ഉയർന്ന പ്രവർത്തന ജാഗ്രതയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ചൈനയും ആദ്യമായി ചില പോർമുനകൾ ഉയർന്ന ജാഗ്രതയിൽ സൂക്ഷിച്ചിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 2024 ജനുവരി പ്രകാരം ഇന്ത്യയിൽ 172 സംഭരിച്ച ആണവ പോർമുനകൾ ഉണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത് പാകിസ്ഥാനേക്കാൾ 2 കൂടുതലാണ്. 2023 ഇന്ത്യ അതിൻ്റെ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വികസിപ്പിച്ചതായിട്ടാണ് റിപ്പോർട്ട് അവകാശപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും 2023 പുതിയ തരം ആണവ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് തുടർന്നു. ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തിൻ്റെ പ്രധാന ലക്ഷ്യം പാകിസ്ഥാൻ ഉയർത്തുന്ന ഭീതിയാണ്. ഇതോടൊപ്പം ചൈനയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിവുള്ളവ ഉൾപ്പെടെയുള്ള ദീർഘദൂര ആയുധങ്ങൾക്ക് ഇന്ത്യ കൂടുതൽ ഊന്നൽ നൽകുന്നതായി തോന്നുന്നു എന്നും റിപ്പോർട്ട് പറയുന്നു. ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്നിലധികം പോർമുനകൾ വിന്യസിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ഉത്തര കൊറിയയും റഷ്യയും യുഎസുമൊക്കെ ശ്രമിക്കുകയാണ് എന്നും സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നുണ്ട്. ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം മറ്റേതൊരു രാജ്യത്തെക്കാളും വേഗത്തിൽ വികസിപ്പിക്കുകയാണെന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹാൻസ് ക്രിസ്റ്റൻസൺ പറഞ്ഞു. നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ ആണവായുധ ശക്തികളായ അമേരിക്കയും റഷ്യയും ആയുധശേഖരം വർദ്ധിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ആണവായുധം വിക്ഷേപിക്കാൻ ശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെയും ബോംബർ വിമാനങ്ങളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം കൂട്ടാനും ഇവർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ലോകശക്തിയാകാൻ തയ്യാറെടുക്കുന്ന ചൈനയും ആണവായുധ ശേഖരം 3 ഇരട്ടി വർദ്ധിപ്പിക്കാനുള്ള അതിവേഗ പാതയിലാണ് എന്നും റിപ്പോർട്ടുണ്ട്. ആണവായുധം വിക്ഷേപിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉത്തര കൊറിയ തുടരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ ശത്രുപക്ഷത്തുള്ള അയൽരാജ്യം ദക്ഷിണ കൊറിയയിൽ ആണവായുധ ശേഷി കൈവരിക്കണം എന്ന നേതാക്കൾ പരസ്യമായി പ്രതികരിച്ച് തുടങ്ങി. ഇസ്രായേലിൻ്റെ ആണവായുധ പദ്ധതികൾ അതീവ രഹസ്യമായി നടക്കുമ്പോൾ അണുബോംബിനാവശ്യമായ ശുദ്ധ യുറേനിയം നിർമ്മിക്കാനുള്ള ശേഷിയുടെ പടിവാതിലിലാണ് ഇറാൻ. ഇന്ത്യയും പാകിസ്ഥാനും ആണവശേഖരം വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ അണുബോംബില്ലാത്ത പല രാഷ്ട്രങ്ങളും അത് സ്വായത്തമാക്കാനുള്ള ചർച്ച തുടങ്ങിയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അമേരിക്കയും റഷ്യയും തമ്മിൽ ശീതയുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്നതിന് ശേഷം അണുബോംബ് ലോകത്തെവിടെയെങ്കിലും ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടിയ സമയത്താണ് നമ്മൾ ഇപ്പോൾ എന്ന് ദ സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ ലോകത്താകെയുള്ള ആണവായുധ ശേഖരം ക്രമാതീതമായി വർദ്ധിക്കുമെന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു.